ആദ്യം തന്നെ മീൻകറിയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയാണ് ഞാൻ ചേർത്തേക്കണത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിക്ക് പകരം നല്ല മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവ് കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കാണ്ട് കുറച്ച് തരിതരിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിൽ പറ്റിയിട്ടുള്ള അരപ്പും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി അതിലേക്ക് ഒഴിച്ചു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഉള്ളിയും ഇഞ്ചിയാണ്. ഒരു 7-8 ചുവന്നുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പും ചേർത്ത് നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് പയ്യെ ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് മാങ്ങ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചേക്കണത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാങ്ങ ഒന്ന് പകുതി വേവാവണ സമയത്താണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചാള ആയതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടില്ല. അപ്പം അങ്ങനെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല പിടിക്കാനായിട്ട് ചാള ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1-2 ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഓരോരോ മീനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിയിലേക്ക് നല്ലോണം മീനൊക്കെ ഇറങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ചാറൊക്കെ നല്ലോണം കുറുകി മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് പയ്യെ രുചിച്ച് നോക്കാം ഇതിന് ഉപ്പും പുളിയൊക്കെ പാകത്തിനാണോ എന്ന്. മാങ്ങയ്ക്ക് പുളി കുറച്ച് കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വാളംപുളി കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്, പുളി പാകത്തിനാവാൻ വേണ്ടിയിട്ട്. മാങ്ങയുടെ പുളി അനുസരിച്ചിരിക്കും ഈ സ്റ്റെപ്പ്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുളി ചേർക്കേണ്ട ആവശ്യമേ വരില്ല. അപ്പം ഇവിടെ പുളി കുറവായതുകൊണ്ട് കുറച്ച് പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ പയ്യെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് വേണ്ട ഉപ്പും കൂടി പിന്നീട് ചേർത്ത് കൊടുക്കാം. കാരണം പുളി ചേർത്ത് കൊടുത്തതുകൊണ്ട് എന്തായാലും ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചാറ് വേണ്ട രീതിയിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. കുറച്ച് സമയത്തേക്ക് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേരളീയ സ്റ്റൈൽ മീൻകറിയാണ് ഈ ചാളയും മാങ്ങയും കൂടി നമ്മൾ വെക്കുന്നത്. അപ്പം നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പുളിയൊന്നും ചേർക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ കണ്ടല്ലോ, വളരെ എളുപ്പത്തിലാണ് മീൻകറി റെഡിയാക്കി എടുത്തത്. നമ്മൾ മലയാളികൾ പല സ്റ്റൈലിൽ മീൻകറി ഉണ്ടാക്കാറുണ്ടല്ലോ. പക്ഷേ ഈ ചാളയും മാങ്ങയും കൂടി കറി വെക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് മീൻകറിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ് ഈ മീൻകറിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻ സ്വാദിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും